ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇവിടെ നല്ല മഴയാണ്. 2-3 ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞ് ഗ്രാമഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല മഴയാണ്, ഇടിയും മഴയുമാണ് നല്ലതായിട്ട്. അപ്പം നിങ്ങളിവിടെ മഴയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല മഴ പെയ്യട്ടെ. കാരണം കുറേ വെയിലടിച്ച് നമ്മൾ ചൂട് കൊണ്ട് പുകയുന്ന സമയത്ത് ഇടയ്ക്ക് മഴയെന്ന് പറയുന്നത് നല്ലൊരു കുളിർമയല്ലേ. അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സ് നന്നായിട്ട് കുളിർമയായിട്ടിരിക്കട്ടെ. മുടി ഒരുപാട് പൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുടി നല്ല കട്ടിയോടുകൂടിയാണ് വളർന്നത്, നല്ല രീതിയിൽ കട്ടിയാവുന്നുണ്ട് മുടിക്ക്. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ മുടിയും ഈ ഒരു 50 വയസ്സിലും ഇതുപോലെ നല്ല കട്ടിയും നല്ല തിക്കായിട്ടൊക്കെ നല്ല തിക്കിലും വളരാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നല്ല കട്ടിയാണ് മുടിക്ക്. നേരത്തെ ഒത്തിരി കട്ടി പോകുന്നൊരു മുടിയെല്ലാം ഒരുപാട് പൊഴിഞ്ഞായിരുന്നു, ഇപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മുടി പൊഴിഞ്ഞതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ബാക്ക് പെയിനും പ്രശ്നമൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തപ്പോഴത്തേനും പിന്നെ ആ മുടിയെ ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് മുടി പൊഴിഞ്ഞത്. എന്തായാലും പിന്നെ അതിപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കി തേക്കുന്ന ഒരു എണ്ണയുണ്ട് കേട്ടോ, അത് ഞാൻ തേക്കുന്നുണ്ട്. അത് നല്ല റിസൾട്ടാണ്. ആ എണ്ണ തേക്കുന്നത് കൊണ്ടും അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് മുടി വന്നത്. പക്ഷേ ഈ ഒരു ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്നത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അകാലം അറിയാത്തട ഈ മുടി കൊഴിച്ചിൽ നിന്ന് എല്ലാത്തിനും നല്ലൊരു എണ്ണയാണ്. കൂട്ടുകാരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നടക്കാനുണ്ടെങ്കിൽ നമ്മളെപ്പോഴും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ണടച്ചിരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കുക. ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. മുടങ്ങാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ആ ഒരു കാര്യം നമ്മൾ മുൻപിൽ വെക്കണം. ഏത് കാര്യമാണ് നമുക്ക് സാധിച്ചെടുക്കേണ്ടത് ആ കാര്യം നിങ്ങൾ മുൻപിൽ വെക്കുക. എന്നിട്ട് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതാണെന്ന് ഉറപ്പായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം കഴിവുള്ള വണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനു വേണ്ടി ശ്രമിച്ചാലും നമ്മളെന്താണ്, ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ അത് മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ആ കാര്യം എന്താണ് നമുക്ക് നേടേണ്ടത്, ആ കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എനിക്കിത് നേടണം, എനിക്കിത് നേടിയെടുക്കണം, എനിക്ക് ഈ കാര്യം സാധിക്കണം എന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് സാധിച്ചിരിക്കും. അതിനധികം കാലതാമസമൊന്നും വേണ്ട. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ എൻ്റെ ബ്യൂട്ടി ടിപ്സ് കേൾക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഓടിവായോ. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഞാനിപ്പോൾ പറയും, ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് എന്താണ്? മുടി നരയ്ക്കുക, അതുപോലെ തന്നെ ഹെയർ ഫോൾസ്, ഡാൻഡ്രഫ്, പിന്നെ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുള്ളവരുണ്ടല്ലേ. അപ്പോൾ അവർക്കെല്ലാം ഉള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നല്ലൊരു ഓയിൽ പ്രിപ്പയർ ചെയ്ത് കാണിക്കുകയാണ്. ഈ ഓയിൽ നമ്മളൊന്ന് തേച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെളിഞ്ഞ ആൾക്കാരുടെ തലയോട്ടിൽ പോലും മുടി പൊട്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം. അല്ലാതെ ചുമ്മാ എണ്ണ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ടിൽ നിന്ന് വരെ മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്ത് വരികയും അകാല നര തടയാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും എന്താണ്? ടെൻഷനും കൊണ്ട് മുടി കുഴിഞ്ഞു പോവുക, അകാല നര, മുടി വെളുക്കുക, നരയുണ്ടാകുക. അതുകൊണ്ടായാലും കൊള്ളാം, നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് എന്താണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നുപോലെ. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ ഈ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നതെന്നറിയാമല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഒരു ലൈക്ക് തരിക. നമുക്ക് എങ്ങനെയാണ് എണ്ണയൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മുടെ നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അകാല നര തടയാനായിട്ടും റൂട്ടിൽ നിന്ന് പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ പൊട്ടി വരാനായിട്ടും ഒക്കെ ഉള്ള നല്ലൊരു ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 100 മില്ലി എണ്ണയ്ക്കുള്ള ഐറ്റംസാണ് ഞാൻ എടുത്തേക്കുന്നത്. 100 മില്ലി എണ്ണയ്ക്കുള്ള ഐറ്റംസാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് പിന്നെ ചെറിയുള്ളി 2-3 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഒരു കൈപിടി കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കൈപിടി മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ കരിഞ്ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ റോസ്മേരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയറിന് ഒത്തിരി നല്ലതാണ്. ഈ റോസ്മേരി വാട്ടറൊക്കെ തന്നെ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉപയോഗിച്ച് പോകണം. നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്ക് സഹായിക്കും. ഒരു സിറം പോലെയൊക്കെ നമ്മൾ ഹെയറിൽ സ്പ്രേ ചെയ്ത് സ്കാൾപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം വീഡിയോ ഞാൻ ഇട്ട് കാണിക്കുക എങ്ങനെയാണെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ റോസ്മേരി. അതുകൊണ്ട് ഗ്രേ ഹെയർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടി നമ്മുടെ റൂട്ടിലൊക്കെ നല്ല രീതിയിലുള്ള ഹെയർ ഫോൾസും ഒക്കെ കുറച്ചിട്ട് നല്ല രീതിയിൽ മുടി പൊട്ടി വരാനായിട്ടും അതുപോലെ തന്നെ ഡാൻഡ്രഫും സ്പ്ലിറ്റ് ആൻഡ് ഹെയറും മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ ഒരുപാട് ഗുണമുള്ളതാണ് റോസ്മേരി മിക്ക ഓയിലിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂൺ റോസ്മേരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെമ്പരത്തിയുടെ പൂവ്. ചെമ്പരത്തിപ്പൂ മുടി കറക്കാനായിട്ടും മുടിക്ക് വളരാനായിട്ടും ഒക്കെ ഒത്തിരി നന്നായി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. 100 മില്ലി ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ കുറച്ച് നമ്മുടെ പനിക്കൂർക്കയില എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയില നമ്മുടെ അതുപോലെ ഇച്ചിങ്, ചൊറിച്ചിൽ, അതുപോലെ മുടി കറക്കാനായിട്ടും മുടി വളരാനായിട്ടും എല്ലാം ഒക്കെ ഈ പനിക്കൂർക്കയില നല്ലതാണ്. അതുപോലെ നമ്മുടെ റോസ്മേരി നമ്മുടെ തലച്ചൊറിച്ചിലും പിന്നെ അലർജറ്റിക്കൊക്കെ ഉള്ള അലർജി പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ റോസ്മേരി ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പം ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാം. അതിനകത്തേക്ക് നാടൻ നല്ല വെളിച്ചെണ്ണ, ഇത് നമ്മൾ മില്ലിലാട്ടിയ വെളിച്ചെണ്ണ മേടിക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 100 മില്ലി. എനിക്ക് ഏകദേശം നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കുന്നുള്ളൊരു കണക്കറിയാം. നിങ്ങൾ 100 മില്ലി അളവ് കറക്റ്റ് തന്നെ അളന്നൊഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു 100 മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഈ ഒരു മുരിങ്ങയിലയും കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂ എടുക്കണം കേട്ടോ, ചുമന്ന ഇതളുള്ള. അതുപോലെ തന്നെ പനിക്കൂർക്കയിലയും ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ, ഒന്ന് ചതച്ചെടുക്കണേ. നമുക്ക് ഇതുപോലൊരു കല്ലിനകത്ത് വെച്ച് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. എല്ലാം ഓരോ കൈപിടി വീതമേ ഉള്ളൂ. ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ടു. അപ്പോൾ തീ ഇന്ന് കുറച്ച് വെക്കുക, സിമ്മിലിട്ട് വെക്കുക. എന്നിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, റോസ്മേരി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചതച്ച് വെച്ച സാധനമെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇത് എണ്ണയാക്കി എടുക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് മാത്രമേ ചെയ്തെടുക്കാവുള്ളൂ. തീ കൂട്ടി വെച്ചിട്ടെടുത്താൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും, നമുക്ക് പറയത്തക്ക റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ എണ്ണയൊക്കെ, അതായത് ഇതിൻ്റെ പാകമെന്ന് പറഞ്ഞാൽ ഞാൻ കറിവേപ്പില ഒന്ന് ഒടിഞ്ഞ് കിട്ടണം. ആ ഒരു പാകമാകുമ്പോഴാണ് ഈ ഒരു എണ്ണ പാകമാകുന്നത്. ഒരുപാട് മൂത്ത് പോകരുത്. മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് ഒട്ടും കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ എടുത്തു വെച്ചില്ലായിരുന്നു, വിട്ടുപോയത് കൊണ്ടാണ് കേട്ടോ. ഇനിയും ചേർത്ത് കൊടുക്കും. ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട സാധനം നമ്മുടെ ഹിമാലയയുടെ ഒരു നാച്ചുറൽ ഹെന്ന പൗഡറാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതാണ്. ഇത് തന്നെ ഞാൻ ഒരു ഹെന്ന പായ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം, മുടി നല്ലതായിട്ട് കറക്കാനുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് എണ്ണയ്ക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഹെന്ന മിക്സാണ്. അതായത് ഭൃംഗരാജ, നമ്മുടെ നെല്ലിക്ക, കറി ലീവ്സ്, അതുപോലെ തന്നെ മേത്തി, ഉലുവ, ശിക്കാക്കായി, അങ്ങനെ കുറേ ഐറ്റംസ്, ഗ്രീൻ ടീ, നമ്മുടെ ആര്യവേപ്പില, രാജ അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് മാത്രം ഇത് ചെയ്തെടുക്കുക.
മുരിങ്ങയിലയും കറിവേപ്പിലയും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ സാധനവും നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി നല്ല രീതിയിലുള്ള കട്ടക്കറുപ്പ്, നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോട് വളരാൻ നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന എല്ലാ ഐറ്റംസുമാണ്. അതുപോലെ ചെറിയുള്ളിയൊക്കെ നമ്മുടെ മുടിയിലിട്ട് നല്ലപോലെ മുടി വളരാൻ സഹായിക്കുന്നതെന്ന് മാത്രമല്ല നമുക്ക് ജലദോഷമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മുടെ പനിക്കൂർക്കയിലെയും നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് യാതൊരു കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു കറിവേപ്പില ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരച്ച കേൾക്കുന്നുണ്ട്, അത് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ പാകമായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുകയാണ്. അപ്പം ഞാൻ കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു. ഉണങ്ങിയ ഒരു വെള്ളമില്ലാത്തൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊന്നും നമുക്ക് തണുക്കാൻ മാറ്റുമോ, കാരണം അതിന് നല്ല കട്ടിയുള്ള ചീനച്ചട്ടി നല്ല ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെയും നമ്മുടെ ഇതെല്ലാം ഒന്നുകൂടെ കരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ ചീനച്ചട്ടിയിൽ നമുക്ക് നമ്മൾ ഏത് ചട്ടിയിലാണ് എണ്ണ പാകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലോ പാത്രത്തിലോ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റി വെക്കുക. ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് മൂപ്പ് അനുസരിച്ച് ഇറക്കി വെക്കുക. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണ അതിനകത്തിരുന്ന് മൂക്കും. അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് പകർത്തി വെച്ചാലും മതി. അപ്പോൾ ഇതിനകത്തിരുന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. നന്നായിട്ടെല്ലാം ഊറി വന്നിട്ടുണ്ട്. നല്ല കറുത്ത എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന, അകാല നര തടയാൻ സഹായിക്കുന്ന ഞാൻ ഇതിൻ്റെ എല്ലാം അരിച്ചെടുത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തലയിൽ തേച്ചിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ആ ഒരു റൂട്ടിൽ നല്ലതായിട്ട് മുടി വളരുന്നതെന്നും മുടി വളരാനായിട്ട് ഈ എണ്ണ എങ്ങനെ സഹായിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പം നമുക്ക് അതെന്താണ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു മണമാണ്. അപ്പോൾ ഇത് തലയിൽ തേച്ചാൽ നമ്മുടെ മുടി അങ്ങോട്ട് നല്ല രീതിയിൽ വളരും. ചുമ്മാ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, ചുമ്മാ തലയിലോട്ട് വെച്ച് കൊടുത്താലും പോരാ. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്യണം. എന്നാൽ മാത്രമേ എന്താണ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ മുടിയും ഈ ഒരു 50 വയസ്സിലും ഇതുപോലെ നല്ല കട്ടിയും നല്ല തിക്കായിട്ടൊക്കെ നല്ല തിക്കിലും വളരാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. നല്ല കട്ടിയാണ് മുടിക്ക്. നേരത്തെ ഒത്തിരി കട്ടി കൂടുന്നൊരു മുടിയെല്ലാം ഒരുപാട് പൊഴിഞ്ഞായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. എണ്ണ തേക്കുന്നത് കോട്ടൺ മുക്കിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഈ എണ്ണ എടുത്തിട്ട് ഇങ്ങനെ മുക്കി കൊടുക്കുക. നമ്മൾ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്കാൽപ്പിൽ തേക്കുമ്പോഴാണ് നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത്. പൊഴിയുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കരുത്തോടു കൂടി തന്നെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ്. ഇങ്ങനെ കണ്ടോ, ഞാൻ സ്കാൽപ്പ് എടുത്ത് വളഞ്ഞേക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എളുപ്പം സ്കാൽപ്പ് ഇതുണ്ട് തെളിഞ്ഞ് കാണുന്നുണ്ടോ, ആ ഭാഗത്തോട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. അതായത് ഇത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടാണ്. ഈ റൂട്ടിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റൂട്ടിൽ ചെയ്യാൻ പറയുന്നത്. മേളിൽ നമുക്കിതുപോലെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇട്ട സാധനങ്ങളെല്ലാം അതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. മെയിനായിട്ടും എന്താണ് സ്കാൽപ്പിൽ തേക്കുക, ബാക്കി നമുക്ക് മുടിയെ തേക്കാം. അപ്പോൾ ഇപ്പോൾ സ്കാൽപ്പിൽ തേച്ചിട്ട് ഞാനൊരു നല്ലൊരു മസാജ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ മസാജ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ആ റിസൾട്ട് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കൈ ഇങ്ങനെ എടുത്തിട്ട് മുടിയുടെ ഇടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക, പുറകോട്ട് പോവുക, വീണ്ടും നമ്മളിങ്ങനെ ചെയ്യുക. നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണിത്. ചിലർക്ക് കൈ കഴിക്കും ഇങ്ങനെ ചെയ്യുമ്പം. എനിക്കും കൈക്ക് കഴപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ കൈ കഴിക്കുമ്പോൾ ഈ ഒരു കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു പ്രഷർ കൊടുത്ത് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യുക. അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കുക. ഈ ഒരു മസാജ് കൊടുക്കുക. നല്ല രീതിയിൽ മുടി പൊട്ടി ഇറങ്ങാൻ സഹായിക്കും ഈ ഒരു മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. എത്ര മുടി കിളുക്കാത്തവർക്കും മുടി കിളുക്കും.
അപ്പോൾ കുറേ പേര് എൻ്റെ വാട്സപ്പിൽ വന്ന് പറഞ്ഞു ഈ ഹെഡ് മസാജ് ഒന്ന് കാണിക്കണം, എണ്ണ തേച്ചിട്ട് എങ്ങനെയാണ് മസാജ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോൾ ഇനിയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുപോലെ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ തെന്നിക്ക് കൈ ഇങ്ങനെ തെന്നിച്ച് വിടണം. ഇങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു മസാജ് നല്ല രീതിയിൽ ആവർത്തിക്കുക. അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഓരോ വകപ്പെടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഈ ഒരു ഭാഗം കൊടുക്കുക. എന്തായാലും ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യണം. അടുത്ത ഈ ഒരു മസാജ് കൊടുക്കുക. ഇത് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തല നല്ലതായിട്ട് വേർക്കും, നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോഴാണ് നമ്മുടെ ഹെയറൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാൻ സഹായിക്കുന്നത്. നമ്മളെന്തായാലും നമ്മളൊരു ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ റൂട്ടിൽ വേരിൻ്റെ ഭാഗത്ത്, അതായത് അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് തടവെടുത്ത് വളമിട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു ചെടി പൂക്കളുണ്ടാകുന്നതാണോ അല്ലാത്തതാണ് നല്ല പുഷ്ടിയോടുകൂടി വളരത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിവേരുകളിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു നല്ല രീതിയിലുള്ള വേരോട്ടം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർന്നു വരുന്നത്. അതെല്ലാവരും ഓർക്കുക. ഏതൊരു കാര്യവും വേരോട്ടം കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ വളരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയും. ഞാൻ ഈ കാണിക്കുന്ന മസാജൊക്കെ കൊടുക്കുക. ഈ മസാജ് അറിയത്തില്ലെന്ന് ആരും പറയരുത്. ഇനി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. പുറകിൽ നിന്ന് കൈ എടുത്തിട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഈ കൈയെല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അനങ്ങും ആ ഒരു മസാജ് കൊടുക്കുമ്പോൾ. ഇതുപോലെ തന്നെ ഇങ്ങനെ പൊക്കി കൊടുക്കുക. ഒരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ചെറുതായിട്ട് തട്ടിയാൽ മതി, തലയ്ക്കിട്ട് അടിച്ച് പൊട്ടിക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ചുറ്റും തട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാജ് മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനും കൂടി നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാൻ തുടങ്ങും. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, നിങ്ങൾ ഒരാഴ്ച 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് മാറ്റം, മുടി കൊഴിച്ചിൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താരം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മുടി പൊട്ടി വരുന്ന ഈ ഇടകളിൽ നിന്നൊക്കെ മുടി പൊട്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു മാസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് രീതിയിൽ ഈ മസാജ് മസ്റ്റായിട്ടും കൊടുക്കണം. ഈ ബാക്കി ഓയിൽ എന്താ, നമ്മുടെ ഈ താഴത്തെ മുടിയിലെല്ലാം തേച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മൈൽഡ് ഷാമ്പുവോ, നിങ്ങൾ താളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കഴുകുക. അത്ര ഉപയോഗിക്കുന്നുണ്ട്. ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൈൽഡായിട്ട് കുറച്ച് ഷാമ്പു എടുത്തിട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് തലയിൽ തേച്ചിട്ട് കഴുകി കളയുക. കുറച്ച് എണ്ണ നമ്മുടെ തലയിൽ എപ്പോഴും വീതിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് തലമുടി കഴുകി വൃത്തിയാക്കുക. കണ്ടീഷണർ ഇടുക കേട്ടോ. അല്ലാതെ ഡെയിലി ഷാമ്പു ഇടുമ്പോൾ കണ്ടീഷണർ ഇടുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ടീഷണർ ഷാമ്പു അപ്ലൈ ചെയ്താൽ മതി. 3 ദിവസം കൂടുമ്പോൾ തല കഴുകിയാൽ മതി. പക്ഷേ മുടി കൊഴിച്ചിലുള്ളവരും മുടി ഈ വട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്നവരും ഒട്ടും മുടി ഇല്ലാത്തവരും ഒക്കെ 1 മാസം ഇത് അടുപ്പിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ എണ്ണ ഉണ്ടാക്കി തേച്ച് നോക്കുക. റിസൾട്ട് എന്നെ അറിയിക്കാനും മറക്കല്ല കേട്ടോ. അത് എന്നെ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തത് കൊണ്ടാണ് നല്ലതായിട്ട് നമുക്ക് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് വേർക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ചെയ്തു പോവുക. 100% റിസൾട്ട് കിട്ടുന്നൊരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിച്ച് എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.